ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാം. ഇന്നത്തെ വീഡിയോ നമ്മുടെ കൈകളിലുള്ള, അതായത് നമ്മുടെ വിരലുകളുടെ നിറം മാറ്റം, അതായത് കളർ വ്യത്യാസം, നഖത്തിനുണ്ടാകുന്ന കളർ വ്യത്യാസം നമുക്കെങ്ങനെ മാറ്റാമെന്നുള്ളൊരു ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നെയിൽ പോളിഷൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നഖം നല്ലതുപോലെ എന്ത് ചെയ്യും, കറുത്തു പോവും. ചിലർക്ക് കളർ വ്യത്യാസം ഉണ്ടാവും. അപ്പം നമുക്കതിനെ എങ്ങനെ മാറ്റാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ മാറ്റാമെന്ന് വെച്ചാൽ, അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് എന്താണെന്ന് വെച്ചാൽ പറയാം. ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴൊന്നും നെറ്റില്ലാത്തത് കൊണ്ടാണ് ഈ വൈകുന്നേരങ്ങളിൽ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാനത് കേട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ചെയ്യാവുന്ന ടിപ്സ് എന്താണെന്ന് പറയാം. അതിന് വേണ്ടി വെളിച്ചെണ്ണ നഖത്തിൽ പുരട്ടുന്നത് വളരെ നല്ലതായിരിക്കും. വെളിച്ചെണ്ണ ഉപയോഗിച്ച് നഖത്തിൻ്റെ പുറമേ പുരട്ടി കൊടുക്കുന്നത് നഖം പൊട്ടാതിരിക്കാനും നഖത്തിൻ്റെ ക്യൂട്ടിക്കളിൽ കട്ടി വരുന്നതിനും സഹായിക്കും. അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് പുരട്ടി കൊടുക്കുക. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ക്രീം ഉപയോഗിച്ച് റൗണ്ട് മസാജ്, അതായത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും രീതിയിൽ റൗണ്ട് മസാജ് കൊടുക്കുക. അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ കൈകളിൽ ഇട്ട് കൊടുക്കുക. മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന മോയ്സ്ചറൈസറുണ്ട്, അല്ലാതെ നമുക്ക് പാലിൻ്റെ പാട ഉപയോഗിച്ച് നമ്മുടെ കൈകളിൽ റൗണ്ട് മസാജ്, നമ്മുടെ ഈ കൈയുടെ മുട്ടിൻ്റെ ഭാഗത്ത് നമുക്ക് റൗണ്ട് മസാജ് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുള്ള റൗണ്ട് മസാജ് കൊടുക്കാൻ പറ്റും. അത് വിരലുകൾക്ക് മുറുക്കമുള്ളതാക്കി തീർക്കും. പിന്നെ കൂടുതലും നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത്, തുണിയെല്ലാം കഴുകുന്ന സമയത്ത് കയ്യുറ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കയ്യുറ ധരിക്കുമ്പോൾ ഏതാണ്ട് നമുക്ക് തുണിയെല്ലാം കഴുകുന്ന സോപ്പിൻ്റെ അലർജി നമുക്ക് കയ്യിലൊന്നും ഉണ്ടാവാതിരിക്കും. അപ്പം നഖം നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടി ചെറിയ ഉപ്പ് വെള്ളത്തിൽ, അതായത് കുറച്ച് റോസ് വാട്ടറും പിന്നെ ഈ ചെറിയ ഉപ്പ്, ചെറുതായിട്ട് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം വെച്ചിട്ട് റോസ് വാട്ടർ അതിലൊഴിച്ച് അതിലേക്ക് കൈ മുക്കി വെച്ച ശേഷം നമ്മുടെ ക്യൂട്ടിക്കൽ ക്രീം കിട്ടും. അതായത് മാനിക്യൂർ ചെയ്യുന്നതാണ് സാധാരണ. അത് നമുക്ക് കുറച്ച് മെത്തേഡുകളുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യ സമയത്ത് നമുക്ക് കൈകൾ വൃത്തിയാക്കാം. നാരങ്ങയുടെ തോട് ഉപയോഗിച്ച് കൈയുടെ വിരലുകൾ നഖത്തിൻ്റെ ഇട വൃത്തിയാക്കാവുന്നതാണ്. അപ്പം നാളെ ഞാൻ പുതിയ ടിപ്സുമായിട്ട് വരുന്നതായിരിക്കും. നാളെ രാവിലെ ടിപ്സ് ഇടാൻ നോക്കാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നാളെ പുതിയ ടിപ്സുമായിട്ട് വരും. ടാറ്റ ബൈ.